ലോക ചരക്ക് വ്യാപാരത്തിന് പുതിയ കവാടമാകാൻ ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്ത് നിന്നുള്ള സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അർജുൻ രാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഒരു കുതിച്ചുചാട്ടം എന്ന മട്ടിലാണ് ഇവിടെ നിന്നുള്ള എക്സിം ആരംഭിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അല്പസമയത്തിനകം തന്നെ വിഴിഞ്ഞം തുറമുഖ കേന്ദ്രത്തിലെത്തും. ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വിലയിരുത്തുകയും ചെയ്യും. അതിനുശേഷം അദാനി ആളുകൾ, പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച കൂടി ഉണ്ടാകും. അതിനുശേഷം ആയിരിക്കും 10:45 കൂടിയായിരിക്കും ആദ്യ കപ്പൽ, ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആദ്യ കപ്പലിന്റെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി നിർവഹിക്കുക. അതിനുശേഷം കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടി ഉണ്ട്. കയറ്റുമതി ഇറക്കുമതി രംഗത്ത് ഒരു പുതിയ കവാടം ഇന്ന് തുറക്കുകയാണ് വിഴിഞ്ഞത്ത്. അത് ഈ വിഴിഞ്ഞം തുറമുഖം അത് പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവിടെ നിന്ന് സ്പെയിനിലേക്കാണ് ആദ്യത്തെ കയറ്റുമതി ഉണ്ടാകുന്നത്. അത് ചിപ്സ് ഉൾപ്പെടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ നിന്ന് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്. 28-ാം തീയതിയാണ് ആദ്യ യാത്ര. അതിലൊരു സവിശേഷത ഈ രീതിയിലുള്ള കയറ്റുമതി വരുന്നതോടുകൂടി, ചരക്ക് നീക്കം വരുന്നതോടുകൂടി സമയവും സാമ്പത്തിക ലാഭവും ഉണ്ടാകും എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ, സാധാരണ ഇങ്ങനെ ഒരു ചരക്ക് നീക്കത്തിന് ഏതാണ്ട് സ്പെയിനിലേക്ക് പോകണമെങ്കിൽ 60 ദിവസം വേണ്ടി വരുന്നതായിരുന്നു മുൻപ്. പക്ഷേ ഇപ്പോഴത് 28 ദിവസത്തിനകം അവിടേക്ക് എത്തുന്ന രീതിയിലാണ് ഉള്ളത്. അതായത് സമയവും സാമ്പത്തിക ലാഭവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അനുബന്ധ വികസനം, സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കയറ്റുമതി ചരക്ക് കപ്പലും ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അത് ഇസ്താൻബൂളിലേക്കാണ്. അവിടേക്ക് കളിമണ്ണ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ്. സമാനമായി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന സാധ്യതകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അനുബന്ധ വികസനമാണ് സംസ്ഥാനത്തിന് വരുമാനം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് ഇനി മുതൽ സാധ്യമാകും എന്നുള്ളതാണ് സവിശേഷത. ഹർഷൻ, അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ, ഇതിന് സമാന്തരമായി ഇതിനോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഡ്രീം പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും മിഷൻ സമുദ്ര, അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വിഴിഞ്ഞം തുറമുഖ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഇവിടെ എത്തി തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തും. അതിനുശേഷം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരോട് സംസാരിക്കും. അദാനിയുടെ പ്രതിനിധികളുണ്ട്. അവർ അദ്ദേഹത്തെ ഹസ്തദാനം ചെയ്ത് ഇപ്പോൾ തുറമുഖത്തിൻ്റെ പ്രധാന ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഒരു യോഗം ഉദ്യോഗസ്ഥരും ഈ അദാനി പ്രതിനിധികളുമായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. 10:45 ഈ ആദ്യ കപ്പലിൻ്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത്. ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ മിഷൻ സമുദ്ര, അത് UDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കഴിഞ്ഞ ബജറ്റിൽ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച പദ്ധതി കൂടിയാണ്. അത് തീരമേഖലകളിലെ വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ്. അത് കേരളത്തെ ഒരു തുറമുഖ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന പദ്ധതി കൂടിയാണ്. 3 നഗരങ്ങൾ ഉൾപ്പെടെ അങ്ങനെ തീരമേഖലയോട് ചേർന്നുള്ള വികസനം സാധ്യമാക്കുക എന്ന പദ്ധതിയാണ്. അതും ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് ആരംഭിക്കും. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.